പ്രിയമുള്ള സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. ഇൻഫോ മീഡിയ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കേരളത്തിലെ ക്ഷേമ പെൻഷൻ വാങ്ങുന്ന എല്ലാ ആളുകളും ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആണ് ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്ത് തരുന്നത്. നമുക്കറിയാം, നമ്മുടെ സംസ്ഥാനത്ത് നാളെ വോട്ടെണ്ണലാണ്. വോട്ടെണ്ണൽ കഴിഞ്ഞ് ഏത് പാർട്ടി അധികാരത്തിൽ വന്നാലും ക്ഷേമ പെൻഷൻ 3000 രൂപയാക്കണം. ഇതുമായി ബന്ധപ്പെട്ടുള്ള വാഗ്ദാനങ്ങൾ നൽകിയിട്ടുള്ളതാണ്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അടുത്ത മാസം നിങ്ങൾ ചോദിക്കേണ്ട അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുന്നത്. എല്ലാവരും വീഡിയോ പൂർണ്ണമായും കാണുക, വീഡിയോ ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്നവർ തീർച്ചയായിട്ടും നമ്മുടെ ഫേസ്ബുക്ക് പേജ് കൂടി ഫോളോ ചെയ്യുക. നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ പരിശോധിക്കാം. നമ്മുടെ സംസ്ഥാനത്ത് ഇലക്ഷൻ്റെ റിസൾട്ട് നാളെയാണ്. ഇലക്ഷൻ്റെ റിസൾട്ട് വന്ന് ആര് അധികാരത്തിൽ വന്നാലും ക്ഷേമ പെൻഷൻ തുക 3000 രൂപയാണ്. ഇത് മുൻപ് തന്നെ പ്രഖ്യാപനങ്ങളിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ ഉൾപ്പെടെ വാഗ്ദാനങ്ങൾ നൽകി, വാഗ്ദാന പെരുമഴകൾ നൽകി അധികാരത്തിലേറുന്ന ആളുകളാണ് നാളെ മുതൽ ആര് തന്നെ ആയാലും. അപ്പോൾ ഇവരെല്ലാം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്. ക്ഷേമ പെൻഷൻ നമ്മൾ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ 3000 രൂപയാക്കും. പ്രത്യേകിച്ച് UDF ഗവൺമെൻറ്റാണ് അധികാരത്തിൽ വരുന്നതെങ്കിൽ, UDF ആണ് പാർട്ടിയാണ് അല്ലെങ്കിൽ UDF മുന്നണിയാണ് അധികാരത്തിൽ വരുന്നതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു മാസമോ അല്ലെങ്കിൽ 2 മാസത്തിനുള്ളിൽ തന്നെ ഈ തുക 3000ലേക്ക് എത്തിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. LDF സർക്കാരാണെങ്കിൽ അവരും, അല്ലെങ്കിൽ LDFൻ്റെ മുന്നണിയാണെങ്കിൽ അവരും ഈ ഒരു വീണ്ടും അധികാരത്തിൽ വരുവാണെങ്കിൽ 3000 രൂപയിലേക്ക് എത്തിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് അടുത്ത മാസം മുതൽ തന്നെ ഈ ആനുകൂല്യങ്ങൾ കൂട്ടി ലഭിച്ചു തുടങ്ങിയില്ല എന്നുണ്ടെങ്കിൽ, കാരണം ഇത് പറഞ്ഞിരിക്കുന്നത് വളരെ പെട്ടെന്ന് തന്നെ ആനുകൂല്യങ്ങൾ ഈ 3000 രൂപയിലേക്ക് എത്തിക്കുമെന്നാണ് ഇപ്പോഴത്തെ മുന്നണികളെല്ലാം തന്നെ പറഞ്ഞിരിക്കുന്നത്. ജനങ്ങൾക്ക് തരുന്ന വാഗ്ദാനങ്ങൾ വെറും പൊള്ളകളായി മാറുവാൻ നമ്മൾ ഇടവരുത്തരുത്. നമ്മൾ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള അവസരങ്ങൾ വരുമ്പോൾ ക്ഷേമ പെൻഷൻ തുക വർദ്ധിപ്പിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അടുത്ത മാസം കഴിയുമ്പോൾ തന്നെ തീർച്ചയായിട്ടും എല്ലാവരും തന്നെ ചോദിച്ചിരിക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിങ്ങളുടെ ജനപ്രതിനിധികളുടെ മുന്നിൽ നിങ്ങൾ തീർച്ചയായിട്ടും ചോദിക്കേണ്ട ഒരു കാര്യമാണ്. വാഗ്ദാനങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് നടപ്പാക്കാൻ സാധിക്കണം. അത് ജനങ്ങളോടുള്ള വാക്കാണ്, ജനങ്ങളാണ് ഇവരെല്ലാം തിരഞ്ഞെടുത്ത് വിടുന്നത്. അതുകൊണ്ട് തന്നെ അവരിത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ, അവർ ഈ പറഞ്ഞ കാര്യങ്ങൾ വെറും പൊള്ളയാണ് എന്നുണ്ടെങ്കിൽ വഴിയിൽ തടഞ്ഞു നിർത്തി ചോദിക്കേണ്ടതിൻ്റെ ആവശ്യകത വളരെ കൂടുതലാണ്. കാരണം വാഗ്ദാനങ്ങൾ നിറവേറ്റപ്പെടാനുള്ളതാണ്, അല്ലെങ്കിൽ വെറും പാഴ്വാക്കുകളായിട്ടല്ല വാഗ്ദാനങ്ങൾ പറയേണ്ടത്. മാത്രവുമല്ല, നമുക്ക് അറിയാം, ക്ഷേമ പെൻഷൻ്റെ ആനുകൂല്യങ്ങൾ മുൻപ് പറഞ്ഞ രീതിയിൽ തന്നെ 3000 രൂപയിലേക്ക് എത്തുകയും അത് മുടങ്ങാതെ വിതരണം ചെയ്യുമെന്നാണ് ഈ ഇരു മുന്നണികളും പറഞ്ഞിരിക്കുന്നത്. ആ തുക മുടങ്ങാതെ ലഭിക്കുവാൻ, ഏതെങ്കിലും ഒരു മാസം മുടങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കുവാൻ അതിനും നിങ്ങൾക്ക് അവകാശമുണ്ട്. കാരണം ക്ഷേമ പെൻഷൻ തുക ഓരോ സംസ്ഥാനത്തെയും ജനങ്ങളുടെ അവകാശമാണ്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ആരുടെയും ഔദാര്യം, ആരുടെയും വീടുകളിൽ നിന്നോ കുടുംബങ്ങളിൽ നിന്നോ എടുത്തുകൊണ്ട് വരുന്ന പണമല്ല. ഞാനും നിങ്ങളും അതുപോലെ തന്നെ കേരളത്തിലെ എല്ലാ ജനങ്ങളുടെ കയ്യിൽ നിന്നും നികുതിയായിട്ട് പിരിക്കുന്ന പണമാണ്. ഇത് കൂടുതലായിട്ടും കടമെടുത്താണ് വിതരണം ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ പോലും നമ്മുടെ കയ്യിൽ നിന്നുള്ള പണം പിരിച്ച്, അല്ലെങ്കിൽ ഈ ഒരു നികുതിയായി പിരിച്ചാണ് ഈ കടവും അടയ്ക്കുന്നത് എന്നുള്ളൊരു കാര്യം കൂടി ഇപ്പോൾ ജനങ്ങൾ ശ്രദ്ധിക്കണം. 3000 രൂപയാണ് ക്ഷേമ പെൻഷൻ എത്തേണ്ടത്. അത് തീർച്ചയായിട്ടും വെറും വാഗ്ദാനം മാത്രമാകരുത്. അത് നിറവേറ്റിയില്ലെങ്കിൽ നിങ്ങൾ ജയിപ്പിച്ചു വിട്ട ഭരണാധികാരികളെ നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ എവിടെ വെച്ച് കാണുന്നു അവിടെ പിടിച്ചു നിർത്തി ചോദിച്ച് ആ ഒരു ആനുകൂല്യം കൈപ്പറ്റണം, അല്ലെങ്കിൽ വാങ്ങിച്ച് തരാൻ നിങ്ങൾ അവരോട് പറഞ്ഞിരിക്കണം. നിങ്ങളുടെ ഇനി വരുന്ന മുഖ്യമന്ത്രിയോ ധനകാര്യമന്ത്രിയോ ആരായാലും അവർ